കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി, ദൈവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യം ആദ്യം വായിക്കുകയാണ്. കൂടി വന്ന എല്ലാ ദൈവമക്കളും ബൈബിൾ തുറക്കണം. എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കയ്യിൽ ആ വിശുദ്ധ പുസ്തകം ഉണ്ടായിരിക്കണം. നിങ്ങൾ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്കൊരനുഗ്രഹമുണ്ടാകേണ്ടതിന്, നിങ്ങൾക്കൊരനുഭവമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ കരങ്ങളിൽ ആ വിശുദ്ധ പുസ്തകം ഉണ്ടായിരിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹായുടെ എഫെസ്യ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഭൗതികമല്ല, തികച്ചും ആത്മീക കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പൗലോസിന്റെ പ്രാർത്ഥനയിൽ പൗലോസ് മുട്ടുകുത്തുന്ന സന്നിധി ഏതാന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ സന്നിധിയാണ്. ആ രാജ്യത്തിന്റെ രാജാവിന്റെ മുമ്പിലല്ല, ആ ദേശത്തിലെ പുരോഹിതന്മാരുടെ മുമ്പിലല്ല, അവിടുത്തെ ഒരു പാസ്റ്ററുടെ മുമ്പിലുമല്ല, പിന്നെയോ പൗലോസിനെ വിളിച്ച, വേർതിരിച്ച അനുഭവങ്ങളും അനുഗ്രഹങ്ങളും വരങ്ങളും കൃപകളും കൊണ്ട് പൗലോസിനെ പൗലോസാക്കി മാറ്റിയ, ശൗലിനെ പൗലോസാക്കി മാറ്റിയ, പൗലോസിനെ അപ്പോസ്തോലനാക്കി മാറ്റിയ ദൈവത്തിന്റെ സന്നിധിയിൽ പൗലോസ് മുട്ടുകുത്തുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പ്രാഗൽഭ്യത്തോടെ പറയുന്നു, ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ അതിന്റെ മറുപടി വെളിപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടങ്ങിയാൽ അതിന്റെ മറുപടി വെളിപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിലാണ് നിന്റെ മുഴങ്കാൽ മടങ്ങിയത് എന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി വെളിപ്പെട്ടിരിക്കും. ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണവും ഇന്നത് അങ്ങനെ തന്നെ പഠിച്ചും പഠിപ്പിച്ചും പോരുന്നതിന്റെ കാരണവും പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അസാധാരണമായി നമ്മെ ആത്മീയ വർധനവിലേക്ക് മാടി വിളിക്കുന്ന ഒരു ലേഖനം കൂടെയാണ്. ആത്മീയ വർധനവയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ എഫേസ്യ ലേഖനം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വചനം പറയുന്ന നോക്കിയേ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞാനൊരു ദൂത് പറയാം. ഇന്ന് നിങ്ങളായിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാകയാൽ. നിങ്ങളിന്ന് കേൾക്കുന്നത് ഒരു മനുഷ്യന്റെ വാമൊഴിയാലല്ല, ദൈവത്തിന്റെ വചനത്തിലൂടെയാകയാൽ നിങ്ങൾക്കും വായിച്ചതിനകത്തു നിന്നുള്ള അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നൽകാതിരിക്കുകയില്ല. ഹല്ലേലൂയ. വചനം പറയുന്ന നോക്കിയേ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഇത്രയും മാത്രം പ്രസംഗിക്കാൻ നിന്നാൽ എനിക്ക് 2 മണിക്കൂർ വേണ്ടി വരും. മഹത്വത്തിന്റെ ധനം,
ധനത്തിന്റെ മഹത്വത്തിനല്ല. ശ്രദ്ധിച്ചേ, ധനം വർദ്ധിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് മഹത്വം വർദ്ധിക്കുമോ? ഇല്ല. ധനവും ധനത്തിന്റെ സോഴ്സും വർദ്ധിച്ച ഒരു വ്യക്തിക്ക് മഹത്വം വർദ്ധിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. മാനുഷികമായി ഉണ്ട് താനും. മാനുഷികമായി ധനം വർദ്ധിക്കുന്നവർക്ക് മഹത്വവും പ്രതാപവും ഒക്കെ ഭയങ്കര കൂടുതലാണെന്ന് ഒരു ചൊല്ലുണ്ട്. അങ്ങനെയൊക്കെ ആണ് താനും. പക്ഷേ അതുകൊണ്ടല്ലേ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ സഭയിൽ ഒരു വ്യക്തി പൊന്മോതിരം അണിഞ്ഞു വന്നാൽ ആ വ്യക്തിക്ക് മുഖ്യാസനവും, ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ വന്നാൽ ഒരു പരിഗണനയില്ല, വേണേ താഴെ ഇരുന്നേച്ചു പോ എന്നുള്ളൊരു നിലവാരവും പാടില്ല, പാടില്ല, പാടില്ല. പൊന്മോതിരം അണിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മഹത്വം വർദ്ധിക്കുവോ? മോതിരം അണിയാത്തൊരു വ്യക്തിക്ക് മഹത്വം കുറവായിരിക്കുവോ? ഹല്ലേലൂയ. സ്വാഭാവികമായി നിറം വർദ്ധിച്ച ഒരു വ്യക്തിക്ക് മഹത്വം കൂടുതലായിരിക്കുവോ? നിറം കുറഞ്ഞൊരു വ്യക്തിക്ക് മഹത്വം കുറവായിരിക്കുവോ? അങ്ങനെയാണെങ്കിൽ പൗലോസിന് മഹത്വം ചുമക്കാനേ പറ്റത്തില്ല. തനിക്ക് നിറമുണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തന്റെ ശരീരം മുഴുവൻ കല്ലുകളുടെ കല്ലേറിന്റെ പാടുകളും അടിയുടെയും ചതവിന്റെയും തഴമ്പുകളും കൊണ്ട് നിറഞ്ഞ ശരീരമായിരുന്നു. തന്റെ മൂക്കിന് അല്പം വളവുണ്ടായിരുന്നു എന്ന് ഹിസ്റ്ററി പരിശോധിക്കുമ്പം പഠിക്കാൻ സാധിക്കുന്നുണ്ട്. തനിക്ക് നിറത്തിൽ അല്പം നീളത്തിൽ അല്പം കുറവായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരഘടന, നിറം, പൊക്കം, വണ്ണം, ഗാംഭീര്യം, കഴിവുകൾ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ കരുതുന്നില്ല. ജ്ഞാനിയാണ്, പണ്ഡിതനാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വിദ്യാ ബഹുത്വം കൊണ്ട് ദൈവം നിറച്ചൊരു മനുഷ്യനാണ് പൗലോസ് ലീഹ. ഹല്ലേലൂയ. എന്നാൽ നിറത്തിന്റെയോ ഉയരത്തിന്റെയോ വണ്ണത്തിന്റെയോ കാര്യം കൊണ്ടല്ല മനുഷ്യൻ മഹത്വം ചുമന്നത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ. ധനം വർദ്ധിച്ചാൽ മഹത്വം വർദ്ധിക്കുന്നില്ല, ധനം വർദ്ധിച്ചാൽ മഹത്വം വർദ്ധിക്കുന്നില്ല, ധനം കുറഞ്ഞാൽ മഹത്വം കുറയുന്നില്ല. എന്നാൽ മഹത്വം വർദ്ധിച്ചാൽ ധനം വർദ്ധിക്കും. ഞാൻ ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത്. ആത്മീയമായ സംസാരമാണ്. ആത്മീയ കാര്യത്തിന്റെ ധനത്തിന്റെ കാര്യം പറയുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ടിട്ടുള്ളൊരു ധനം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ദൈവത്തിന്റെ ഗ്ലോറിയസ് ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പൗലോസിന്റെ പ്രാർത്ഥന ഇത്രയാണ്. എഫേസോസ് സഭയെ ധനം കൊണ്ട് നിറയ്ക്കണമേ അല്ല, എഫേസോസ് സഭയെ മെഗാ ചർച്ചായി നിറയ്ക്കണമേ അല്ല. നിങ്ങളുടെ ചേർച്ച് മെഗാ ചർച്ച ആകണമെങ്കിൽ, നിങ്ങളുടെ ആത്മീയ സമ്പത്ത് ബഹുസമ്പത്തായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ മഹത്വം. പൗലോസിന്റെ താഴേക്ക് വായിക്കുന്നതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്ന വാക്കാണെങ്കിലും പൗലോസിന് റിപ്ലൈ വേണ്ടത് മഹത്വത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? പൗലോസിന് റിപ്ലൈ വേണ്ടത് ഒരു ദൂതനിൽ നിന്നല്ലെന്നേ. പൗലോസിന് വേണ്ടത് ഒരു എൻകൗണ്ടർ ഉണ്ടാകണേ, നോ, അതും അല്ലെന്നേ. പൗലോസിന് വേണ്ടത് എഫെസോസ് സഭ സാക്ഷ്യം വഹിക്കേണ്ടത്, പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, മഹത്വത്തിൽ നിന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നതിൻ്റെ, ഞാൻ എത്ര സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയുന്നത് ഭയങ്കര സീരിയസ് ആയ കാര്യമാണ്. നമുക്കൊരു മറുപടി വേണ്ടത് എവിടുന്നാ? നമുക്കൊരു മറുപടി വേണ്ട ദൈവത്തിൽ നിന്നാ. ശരിയാ, ദൈവത്തിൽ നിന്നാ മറുപടി വരുന്നത്. പക്ഷെ പൗലോസ് തൊടുന്ന തലം നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് തൊടുന്ന തലം നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസിന് മറുപടി വേണ്ടത് മഹത്വത്തിന്റെ ധനത്തിൽ നിന്നാണ്. തടയാൻ പറ്റുമോ? തടയാൻ പറ്റുമോ? നമ്മുടെ ഓർഡിനറി പ്രയർ നമ്മൾ നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന രീതി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ തടയപ്പെടുന്നുണ്ട്. ഉണ്ട്. പിന്നെ നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിച്ച് വെട്ടി ജയിച്ചാണ് പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മളെല്ലാവരും പ്രാപിക്കുന്നത്. പക്ഷേ
ആർക്കും തൊടാനോ തടയാനോ നോക്കാനോ പോലും, നോക്കാൻ ശ്രമിച്ചിട്ട് നോക്കാൻ പറ്റാത്ത കാര്യമാണ് ദൈവത്തിന്റെ ഗ്ലോറി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോക്കാൻ ആഗ്രഹമുണ്ടായിട്ടും നോക്കാൻ ശ്രമിച്ചിട്ടും നോക്കാൻ പറ്റാത്ത ഒന്നാണ് ദൈവത്തിന്റെ ഗ്ലോറി. ഈ ഗ്ലോറിയിലേക്ക് നോക്കിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഈ ഗ്ലോറിയിൽ നിന്നാണ് പൗലോസ് ഒരു എൻകൗണ്ടർ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ദൈവം ഇടപെടേണ്ടത്, ദൈവം മറുപടി കൊടുക്കേണ്ടത് മഹത്വത്തിൽ നിന്നാണ്. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ്. ഓ മൈ ഗാഡ്, ഇത് പറഞ്ഞിട്ടേ പൗലോസ് താഴെ ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നുള്ളൂ. അർത്ഥം ഇതാണ്: മഹത്വത്തിൽ നിന്നൊരു മറുപടി വെളിപ്പെട്ടാൽ തടയാൻ ഒരു മനുഷ്യനോ ഒരു സാത്താനോ ഒരു സാത്താനീയ സംഘടനകൾക്കോ സാധിക്കുകയില്ല. ഒന്ന് പ്രാർത്ഥിച്ചേ. മഹത്വത്തെ തടയാൻ പോന്നവനാരുമില്ല, ഇനി വരാനുള്ളവനുമില്ല, ഇനി വന്നവനും ഇല്ല, ആരുമില്ല. മഹത്വത്തെ തടയാൻ കഴിയുന്ന ഒന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രകാശത്തെ മറച്ചു പിടിക്കാൻ കഴിയുമോ? അതുപോലെയാണ് ദൈവത്തിന്റെ മഹത്വത്തെ തടയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നൊന്ന് വെളിപ്പെട്ടാൽ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇന്നൊരു മറുപടി ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് വെളിപ്പെടട്ടെ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ എഫെസോ സഭയുടെ പ്രശ്നം, അവർ ബലപ്പെടുന്നത് മുഴുവനും പുറത്തെ മനുഷ്യനെയാണ്, അല്ലേ? ഏറിയ ജനവും ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇതാണ്: എനിക്ക് എന്തകത്തേക്ക് പോകാം, എന്തെനിക്കകത്തേക്ക് പോയിക്കൂടാ, എനിക്കകത്തേക്ക് എത്രയേ പോകാവൂ, എനിക്ക് എത്രയിലും അധികം പോയിക്കൂടാ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ഭയങ്കര ചൂസിയാണ്. അവരെ സെലക്ട് ചെയ്തേ ആഹാരത്തിന്റെ കണ്ടന്റ്, ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന്റെ വേരിയബിൾസ് എല്ലാം അവർ സെലക്ട് ചെയ്തേ അവരെടുക്കത്തുള്ളൂ. അകത്തേക്ക് പോയിക്കൂടാത്തത് പോയിക്കൂ. എന്തിനാണെന്നറിയാമോ? ബലപ്പെടാനാണ്. ബലഹീനമാകാതിരിക്കാൻ ബലപ്പെടുത്തുന്നത് അകത്തേക്ക് എടുക്കുന്നു. നിശ്ചിത അളവിൽ അവരകത്തേക്ക് എടുക്കുന്നു. ഇത് ബലപ്പെടാനാണ്. അകത്തെ മനുഷ്യന്റെ കാര്യത്തിലും മറ്റൊരു രീതിയല്ല, ഇതേ രീതി തന്നെ. എന്തകത്തേക്ക് പോയാൽ നീ ബലപ്പെടുമെന്ന് ആദ്യം അറിയണം. എന്തേ അകത്തേക്ക് എടുക്കാവൂ എന്നുള്ളത് നീ അറിഞ്ഞിരിക്കണം. പുറത്തുനിന്ന് അകത്തേക്ക് പോകുമ്പോൾ നല്ലതാ, പക്ഷെ അകത്ത് ചെന്നിട്ട് അകത്ത് കിടന്ന് വേറെ വേലത്തരം ചെയ്യുന്ന സാധനങ്ങളെ നീ തിരിച്ചറിയണം. പഞ്ചസാര, മധുരം കഴിക്കാൻ ഭയങ്കര രസ. ആർക്കാ ഇഷ്ടമല്ലാതെ? കൊച്ചുകുട്ടി മുതൽ പ്രായം ചെന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും മധുരം ഏത് പ്രായത്തിൽ കൊടുത്താലും ഇഷ്ടമാണ്, ഏറിയ ആൾക്കാർക്കും. പക്ഷേ പുറത്തുനിന്ന് അകത്തേക്ക് പോകാൻ നല്ലതാ ഒരളവ് വരെ. പക്ഷേ അകത്ത് ചെന്നിട്ട് ഇവൻ കാണിക്കുന്ന മറ്റൊരു വേലയുണ്ട്. എന്താണെന്നറിയാമോ? ഷുഗർ സ്പൈക്ക് ചെയ്യും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുന്ന ഡോക്ടേഴ്സ് ആണ് പറയുന്നത്, മധുരം അധികം എടുക്കരുത്. മധുരം അധികം എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആയുസ്സിന് വർധനവുണ്ടാകും എന്ന് പറയുന്നത്. ഇതുപോലെയാണ് കണ്ണിന് കൊള്ളാമെന്നുള്ളതും കാതിന് കൊള്ളാമെന്നുള്ളതും നാവിന് കൊള്ളാമെന്നുള്ളതും എന്നൊക്കെ തോന്നി നമ്മൾ അകത്തേക്ക് അങ്ങ് വലിച്ചെടുക്കും. പക്ഷെ അകത്ത് ചെന്നിട്ട് ഇന്റേണലി നിനക്ക് ബലപ്പെടാൻ സഹായകമല്ലാത്ത ചിലത് അകത്ത് കിടന്ന് പ്രവർത്തിക്കും. ഈ അകത്ത് കിടന്ന് പ്രവർത്തിക്കുന്നത് ബലഹീനത ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതിനെ കണ്ടറിഞ്ഞ് എന്തേ എടുക്കാവൂ, എന്തെടുത്തുകൂടാ, നീ എന്നെന്നും ബലപ്പെട്ടിരിക്കാൻ എന്തേ നിനക്ക് എടുക്കാവൂ എന്ന് അറിയുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും ബലപ്പെട്ടിരിക്കും. അവൻ ഈ ഭൂമിയിൽ ദൈവം ആയുസ് വെച്ച കാലം വരെയും അവൻ ബലപ്പെട്ടിരിക്കും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ബലപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ നിന്നുള്ളത് എടുക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു.
ആത്മാവ് രണ്ട് വിധത്തിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവും സാത്താന്റെ ആത്മാവും. രണ്ടാത്മാവിനും ഫലങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട, ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ, നല്ലത്. സാത്താന്റെ ആത്മാവിനും ഫലങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട, അറിയാം. എന്തകത്തേക്ക് എടുത്തുകൂടാ. ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ, ദൈവത്തിനും എനിക്കും മധ്യത്തിൽ ഭിന്നിപ്പും ശത്രുതയും ഉണ്ടാക്കുന്നതൊന്നാണ് സാത്താനിൽ നിന്ന് വരുന്ന ഫലം. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകൾ, വരങ്ങൾ, കൃപകൾ, ജ്ഞാനം കൊണ്ട് എഫെസോസ് സഭ അനുഗ്രഹീതമാകണം. ഈ വചനം ഇന്ന് ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ, നിങ്ങൾ പ്രോസ്പർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ പുതുക്കപ്പെടാൻ, ബലപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. പൗലോസ് മുട്ടുകുത്താൻ കാരണം എന്താണെന്നറിയാമോ? ആള് ബലഹീനനായോണ്ടല്ല, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആള് ശക്തനായതുകൊണ്ടാണ്. ദൈവമക്കളെ, ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണും തുറപ്പിച്ച് കയറി വരുമ്പോ നമ്മൾ ബലഹീനപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും അകത്തെ മനുഷ്യൻ ബലപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ പായിൽ മുട്ടുമടക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായില്ലേ? പ്രാർത്ഥിക്കാം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നില്ലേ? ഇതകത്തെ മനുഷ്യന്റെ ബലം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. എന്നാൽ ചിലതൊക്കെ പ്രാർത്ഥിച്ചു മടുത്തു എന്നും, പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്നും, ഇനി ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണമെന്നും, നേരം ഇത്രയും വൈകിയില്ലേ, കാലം ഇത്രയും താമസിച്ചില്ലേ, ഇനി ഒരു മറുപടി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല എന്നുമുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അകത്തെ മനുഷ്യന്റെയും കൂടെ ശക്തി കുറഞ്ഞു പോയിട്ടാണ്. പൗലോസിന് മുട്ടുകുത്താൻ മടിയില്ല, പൗലോസിന് പ്രാർത്ഥിക്കാൻ മടിയില്ല, യേശു കർത്താവിന് മുട്ടുകുത്താൻ മടിയില്ല, യേശു കർത്താവിന് പ്രാർത്ഥിക്കാൻ മടിയില്ല. യേശു കർത്താവ്, നമ്മള് ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചപ്പോ 2 വട്ടവും മറുപടി വെളിപ്പെട്ടിട്ടില്ലെങ്കിലും 3-ാം വട്ടവും അടുത്ത ബലത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് മറുപടി വെളിപ്പെടുത്താൻ യേശുവിന് മടുപ്പില്ലായിരുന്നു. കാരണം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ടൊരു വ്യക്തിത്വം തന്നിലുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന മനുഷ്യൻ അദ്ദേഹത്തിൽ ജീവിച്ചിരുന്നു, ക്രൈസ്റ്റിൽ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ക്രൈസ്റ്റ് എന്ന് വിളിച്ചത്? അഭിഷിക്തനായതുകൊണ്ടാണ്. അനോയിന്റഡ് വൺ, അഭിഷിക്തനായതുകൊണ്ടാണ്. ഒരു വ്യക്തി എപ്പോഴാണ് അനോയിന്റഡ് ആയി മാറുന്നത്, എപ്പോഴാണ് അഭിഷിക്തനായി മാറുന്നത്? മടുപ്പില്ലാത്ത പ്രാർത്ഥനയുടെ ആത്മാവിൽ ആ മനുഷ്യൻ വസിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എപ്പോഴാണ് അഭിഷിക്തയായി നിങ്ങൾ മാറുന്നത്? മടുപ്പില്ലാത്ത ഒരാത്മ മനുഷ്യൻ, മടുക്കാത്ത, ക്ഷീണിക്കാത്ത, ഉറക്കം വരാത്ത ഒരകത്തെ മനുഷ്യൻ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു അഭിഷിക്ത ആയി മാറുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോഹോബോ ശഖതയബ ലെഥറോ ഖുഫേൽ ബറാഹൗസിനിയ ഇൻ ദി മൈറ്റി നെയിം ഓഫ് ഗോഡ്. ഇന്നകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് ബലപ്പെടണോ? നിങ്ങളുടെ തലമുറകൾക്ക് ബലപ്പെടണോ? നിങ്ങളുടെ സഭയ്ക്ക് ബലപ്പെടണോ? മുട്ടുകുത്തുന്നൊരു മനോഭാവം ഉണ്ടാകട്ടെ. മുട്ടുകുത്തുന്നൊരു മനോഭാവം ദൈവസന്നിധിയിൽ, മനുഷ്യന്റെ മുമ്പിലല്ല, മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകട്ടെ. എത്ര കൃപയുള്ള മനുഷ്യനാ. നമുക്ക് പൊതുവെ പ്രാർത്ഥിക്കാൻ മടിയാ അല്ലേ? പൊതുസഭയിൽ പ്രാർത്ഥിക്കാൻ ഒരു മടിയുള്ള വ്യക്തികളുണ്ടോ ഇതിനകത്ത്? 5 പേരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ മടിയുള്ള വ്യക്തികളുണ്ടോ? പക്ഷേ വരങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന പൗലോസ് എന്ന മനുഷ്യൻ മുട്ടുകുത്തുകയാ മനുഷ്യരുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ. വാക്കുകൊണ്ട് മുട്ടുകുത്തുകയാ, പ്രവൃത്തി കൊണ്ട് മുട്ടുകുത്തി. ചെയ്തത് അദ്ദേഹം വിളിച്ചു പറഞ്ഞേ, ഞാൻ മുട്ടുകുത്തിയത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ ഈ കാര്യങ്ങൾക്കകത്ത് നിറയാൻ വേണ്ടിയിട്ടാ. ഞാനൊരു ദൂത് പറയാ കേട്ടോ. പലവട്ടം മുട്ടുകുത്തി, എന്നിട്ടും മറുപടികളില്ല എന്ന് പറയരുത്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു ആശയം ഇങ്ങനെയാണ്:
മുട്ടുകുത്തുന്നവരുടെ മുമ്പിൽ എപ്പോഴും ദൈവം മറുപടികളൊന്നും കാണിച്ചു കൊടുക്കാറില്ല. പക്ഷേ നീ ഇവിടെ മുട്ടുകുത്തുമ്പോൾ ദൈവം തൊടേണ്ടവരെ തൊടേണ്ട ഇടത്ത് തൊടേണ്ട പോലെ തൊടുന്നില്ലെന്ന് പറയാൻ നമുക്കാർക്കും കഴിയത്തില്ല. കാരണം പ്രവൃത്തി ദൈവത്തിൻ്റെതാ, പ്രാർത്ഥന എൻ്റെതാ, പക്ഷെ പ്രവൃത്തി ദൈവത്തിൻ്റെതാ. മാറ്റമില്ല എന്ന് പറയരുത്. ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട് മാറ്റമില്ല എന്ന് പറയരുത്. കർത്താവ് സ്റ്റേറ്റ്മെന്റ് എടുക്കും. ദൈവം സ്റ്റേറ്റ്മെന്റ് എടുക്കും. മോനെ, നീ മുട്ടുകുത്തിയ നിന്റെ മുമ്പിൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ടു, ഒന്നും കണ്ടില്ലല്ലോ, ദർശനം ഒന്നും കണ്ടില്ലല്ലോ. അതൊക്കെ അടയാളം തിരയുന്നവരുടെ സ്വഭാവമാണ്. പരീക്ഷമാരിങ്ങനെയായിരുന്നു, അടയാളം 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 അടയാളം. പ്രാർത്ഥിച്ചാലും ചോദിക്കും എന്തെങ്കിലും കണ്ടോ? കാണുമ്പോഴല്ലെന്നേ മറുപടി. കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും അല്ലെന്നേ. നമ്മൾ മുട്ടുകുത്തുമ്പോ ചലനം സംഭവിക്കേണ്ടടുത്ത് ചലനം സംഭവിക്കും. ആ വിശ്വാസമാണ് നമ്മൾ വേണ്ടേ. മറ്റേ അടയാളം കിട്ടുന്ന വിശ്വാസം വേറെ വിശ്വാസമാണ്. ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താൻ മനസ്സുണ്ടോ? മുട്ടുകുത്തുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള വിശ്വാസം. പ്രാർത്ഥിക്കുന്നതിന്റെ അടയാളം എന്താണെന്നറിയാവോ? മറുപടി തരുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള അടയാളം, വിശ്വാസമാണ്. അതിനുശേഷം എന്തെങ്കിലും കണ്ടോ, കേട്ടോ, പറഞ്ഞോ, അടയാളമുണ്ടോ എന്ന് ചോദിക്കുന്നത് അവിശ്വാസത്തിന്റെ അടയാളമാണ്. ആമേൻ. പൗലോസ് മുട്ടുകുത്തിയപ്പോൾ ആൾക്കറിയാം എന്തൊക്കെയാണ് കർത്താവിന്റെ മഹത്വത്തിൽ നിന്ന് വരുന്നേ. ഹോളി ഗോസ്റ്റ്, കർത്താവിന്റെ മഹത്വത്തിൽ നിന്ന് വരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. എന്തൊക്കെയാണ് മഹത്വത്തിന്റെ ധനത്തിൽ നിന്ന് വരുന്നേ? ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. പൗലോസിന്റെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മഹത്വത്തിന്റെ ധനത്തിൽ നിന്ന് ഒഴുകുന്ന സമ്പന്നതകൾ തീരുന്നില്ല. എന്തൊക്കെയാണ് ആ സമ്പത്ത്? അതോടെ പറയാം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു 6 പ്രാർത്ഥനകളാണ് എഫേസ്യർക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ പ്രാർത്ഥന. 6 പ്രാർത്ഥനകൾ. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. കാരണം നമ്മളൊരു ദൈവവിശ്വാസിയാണ്. നമ്മിൽ ഈ ഫലം ഉണ്ടോ എന്ന് ലോകം നോക്കും. ഓക്കെ, പ്രാർത്ഥന എന്താ നോക്കി. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അവന്റെ മഹത്വത്തിന്റെ ധനത്തിൽ വിശ്വസിക്കുക. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം. ഒന്നാമത്തെ പൗലോസിന്റെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന നോക്കിയേ. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കേണ്ടതിന് 3 മണിക്കൂർ വേണം ഈ ഒരു ടോപ്പിക്ക് മാത്രം സംസാരിക്കണമെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് രാവിലെ ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തന്നല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഷോർട്ട് മെസ്സേജാ, 1 മിനിറ്റുള്ള മെസ്സേജാണ്. അത് യൂട്യൂബിൽ ഷോർട്സിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. 1 മിനിറ്റുള്ള മെസ്സേജാണ്. അതിനകത്ത് ഞാൻ ഒന്നിങ്ങനെ ഓടിച്ചു അത് 1 മിനിറ്റിനകത്ത് നമുക്കൊന്ന് ഓടിച്ചു തൊടാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ക്രിസ്തു ചെറിയ കാര്യമാണോ? ക്രിസ്തു എഫെസോസിലെ ജനത്തിന്റെ, എഫേസ്യരുടെ ഹൃദയത്തിൽ വസിക്കണം. വിശ്വസിച്ചാ പോരെ പൗലോസേ? പോരാ. വചനം കേട്ടാ പോരെ പൗലോസേ? പോരാ. പിന്നെന്തോ വേണം? ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം. ഓ മൈറ്റി ഫാദർ, ഈ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലാ. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവന്റെ ഭാവം ക്രിസ്തീയമായിരിക്കും, സ്വഭാവം ക്രിസ്തീയമായിരിക്കും. കാരണം ക്രിസ്തുവിൽ നിന്നാണല്ലോ. ശീലം, ഇഷ്ടം, തീരുമാനങ്ങൾ, പ്രാർത്ഥന, ഇതെല്ലാം ക്രിസ്തുവിൽ നിന്നായിരിക്കും. അതാ ഹൃദയത്തിൽ വസിക്കണം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ വസിക്കണം. ഞാനിത് രാവിലെ പറഞ്ഞ മെസ്സേജിൽ ഞാൻ മറിയയാണ് ഞാൻ എടുത്തത്, യേശുവിന്റെ അമ്മ മറിയ. യേശു ഭൂജാതനായി എന്ന വാർത്ത ദൂതന്മാർ മുഖാന്തരം ആട്ടിടയന്മാർ അറിഞ്ഞപ്പോൾ ഇടയന്മാരെല്ലാരും കൂടെ വാൽ നക്ഷത്രത്തെ നോക്കി നേരെ കർത്താവുള്ള സ്ഥലത്തേക്ക് ബെത്ലഹേമിലേക്ക് വന്നു. ദൂതന്മാർ ഇടയന്മാരോട് അറിയിച്ച കാര്യം ഓടി വന്ന് യോസേഫിനോടും മറിയോടും അറിയിച്ചപ്പോ
മറിയ അതെല്ലാം കൂടെ നേരെ ഫോണിന് 10 നമ്പറിൽ ഞെക്കി സഹോദരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ അന്നേരം നമ്മൾ പേനയും പേപ്പറും എടുക്കും, പത്രത്തിൽ കൊടുക്കാൻ. എല്ലാ കാര്യങ്ങളും എല്ലാരോടും വിളിച്ചു പറയരുത്, എല്ലാ കാര്യങ്ങളും എല്ലാരോടും തുറന്നടിക്കരുത്. കാരണം എല്ലാവരും ഒരുപോലെ അല്ല. അതുകൊണ്ട് ആത്മാവുള്ളവരെ തിരിച്ചറിയണം, ആത്മസ്വഭാവമുള്ളവരെ തിരിച്ചറിയണം. സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരെ തിരിച്ചറിയണം. മറിയ എന്താ ചെയ്തേ? കേട്ടത് ഉള്ളിൽ ഹൃദയത്തിൽ, അങ്ങനെ വചനം കിടക്കുന്നത്, കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പോയി കിടന്നുറങ്ങി എന്നല്ല, ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഒരു ദൂത് കേട്ടു, എന്നാ പിന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു ഓടിയില്ല കിച്ചണിലേക്ക്. ഇന്നത്തെ ദൂത് എനിക്കുള്ളതായിരുന്നു, ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പറഞ്ഞു ഓടിയില്ല അവരടുത്ത പരിപാടിക്ക്. അവർ കേട്ടതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല, ഓർമ്മയ്ക്ക് സ്ഥാനമില്ല, ചിന്തയ്ക്ക് സ്ഥാനമില്ല, വോയിസ് റെക്കോർഡറിന് സ്ഥാനമില്ല, വാട്സാപ്പിന് സ്ഥാനമില്ല. ദൂത് മറന്നു പോകും, റെക്കോർഡ് ചെയ്ത് വെക്കും. ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഡിവൈസുകൾ ഒന്നുമില്ല. ആകെ ഉള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയമാണ്, ഹൃദയമാണ്. മൊബൈൽ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ ഈസിയായി തുടങ്ങി, യൂട്യൂബ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഈസിയായി തുടങ്ങി. ഓൺ ടൈം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എപ്പോഴാണെങ്കിലും സാധനം അവിടെ കാണും. ഫോൺ ബുക്ക് ഉള്ളത് കൊണ്ട് ഡയറിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു, മെമ്മറിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം എഴുതിയും വെക്കണ്ട, ഓർത്തും വെക്കണ്ട. ഫോൺ ബുക്കിൽ ഇത്ര കോണ്ടാക്ട് സേവ് ചെയ്യാം. നമ്മളെല്ലാവരും അതിനകത്ത് സേവ് ചെയ്തു. കാലം പോയ പോക്ക് നോക്കണേ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെയും സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം ബന്ധങ്ങളെല്ലാം വാട്സാപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും ഒതുങ്ങി, ഹൃദയത്തിലില്ല. മറിയയോ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തീർന്നില്ല, ഒരു വാക്കോടുണ്ട്, ധ്യാനിച്ചു, മെഡിറ്റേറ്റ് ചെയ്തു. മോനെ, നീ ബുദ്ധിയിൽ വചനം സ്വീകരിച്ചാൽ എപ്പോഴും ഇറങ്ങി വരത്തില്ല, എപ്പോഴും ഇറങ്ങി വരത്തില്ല. ആ ബ്രെയിന് ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇത് തന്നാലേ ഉള്ളൂ. പക്ഷെ നീ ആത്മാവിനകത്താ നീ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ, നീ പോലും അറിയാതെ ചില സന്ദർഭങ്ങളിൽ നിന്റെ വായിരുന്ന് ഇങ്ങനെ തുടിക്കുന്ന കാണാം. എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ നിറഞ്ഞത് അധരം സംസാരിക്കാൻ. മനസ്സിലായോ? ഹന്ന എന്താ ചെയ്തെന്നറിയാമോ? ഹന്ന ആലയത്തിനകത്ത് കയറിയപ്പോ പാട്ടുപുസ്തകം എടുത്ത് പാടിക്കൊണ്ട് നടന്നില്ല. ഹന്ന ആലയത്തിനകത്ത് കയറിയപ്പോ അവള് പോലും അറിയാതെ അധരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് എനിക്ക് മനസ്സിലായില്ല. അവള് ഹൃദയത്തിനകത്ത് നിറഞ്ഞ വചനങ്ങളും പാട്ടുകളും പ്രാർത്ഥനകളും സ്തുതിയും സ്തോത്രവും സമയം നോക്കാതെ. പകൽ 3 മണി നേരമാണോ, എന്നാ പിന്നെ കുറച്ചുകൂടെ ഉറങ്ങാമല്ലോ, 6:30 മെസ്സേജ് ഉള്ളൂ, അങ്ങനെ നോക്കാതെ അവള് ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ബുദ്ധിയിലെ പ്രാർത്ഥനയ്ക്കല്ല ഇവിടെ, ഓർമ്മയിലെ പ്രാർത്ഥനയ്ക്കല്ല ഇവിടെ, ശീലിച്ച പ്രാർത്ഥനയല്ലിവിടെ, ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥനയല്ലിവിടെ, ഹൃദയത്തിൽ നിന്ന് വരുന്നത്. വചനം വസിക്കുന്നെങ്കിൽ ഹൃദയത്തിൽ വസിക്കണം. ക്രിസ്തു വസിക്കുന്നെങ്കിൽ ഹൃദയത്തിൽ വസിക്കണം. അതിന് ഹൃദയം വചനത്തിനും ദൈവത്തിനുമായി ഒഴിവുള്ളതായിരിക്കണം. അകത്തേക്ക് പോകേണ്ടതേ പോകാവുള്ളൂ. അത് കണ്ണി കൂടെ കയറുന്നതാണെങ്കിലും കാതി കൂടെ കയറുന്നതാണെങ്കിലും നാവ് കൊണ്ട് നുണഞ്ഞിറങ്ങുന്നതാണെങ്കിലും എല്ലാം, പ്രൈസ് ടു ജീസസ്, എല്ലാം അകത്തേക്ക് പോകേണ്ടതേ പോകാവുള്ളൂ, വസിക്കേണ്ടതേ വസിക്കാവുള്ളൂ, സ്റ്റോർ ചെയ്യേണ്ടതേ സ്റ്റോർ ചെയ്യാവുള്ളൂ. പൗലോസിന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഇവർ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പുറത്തെ മനുഷ്യനെ ഊട്ടി കയറി വെയിങ് മെഷീനിൽ നിന്നാൽ വെയിങ് മെഷീനും കൂടെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ നമ്മൾ ചീർത്തിട്ട് കാര്യമില്ല. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നീ ബലപ്പെടുക.
ഒന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട്, കർത്താവേ, എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുക പപ്പ. ഞാൻ എന്നെ വേണ്ടേ? അതിന് മഹത്വത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, കറകളഞ്ഞൊരു സ്നേഹം നമുക്ക് ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും വേണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിനുള്ള ടൈം തീർന്നു. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ പൗലോസിന്റെ. മൂന്നാമത്തെ എന്താ പ്രാർത്ഥന? 6 പ്രാർത്ഥനകളാണ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകേണ്ടതിന്. സ്നേഹത്തിൽ വേരൂന്നി. ഇതും വേരുള്ള ഒരു സ്നേഹത്തെ കുറിച്ചാ പറയുന്നത്. വേരുള്ളൊരു സ്നേഹത്തെ കുറിച്ചാ പറയുന്നത്. ക്യാൻ യു പ്ലീസ് പ്രേ ഫോർ മീ എന്ന് ചോദിക്കുന്ന ഒരു സ്നേഹമല്ല, അതിന് വേരില്ല, അതിന് വേരില്ല. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന വേരുള്ള സ്നേഹം എവിടുന്ന് കിട്ടും? ആത്മാവിന്ന് കിട്ടും. ആത്മാവിന്ന് കിട്ടുന്നേ, ആത്മാവിന്ന് കിട്ടും. ദൈവത്തെ നിനക്ക് സ്നേഹിക്കണമെങ്കിലും, മനുഷ്യനെ നിങ്ങൾക്ക് കറകളഞ്ഞ് സ്നേഹിക്കണമെങ്കിലും വേറുള്ളൊരു സ്നേഹം ഉണ്ടാവണം. അവരിന്ന് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്നേഹമല്ല. റിയൽ ക്രൈസ്റ്റിന്റെ സ്നേഹം നോക്കിയാൽ മതി, യേശുവിന്റെ സ്നേഹം നോക്കിയാൽ മതി. തന്നെ അടിച്ചവനെ, തന്നെ മർദ്ദിച്ചവനെ, തന്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയവനെ, മുറിവേൽപ്പിച്ചവനെ, ആണി അടിച്ചവനെ, കാലുകൂട്ടി പിടിച്ചു കൊടുത്തവനെ, വിധിച്ചവനെ, ശിക്ഷയ്ക്ക് വിധിച്ചവനെ, എല്ലാവരെയും യേശു സ്നേഹിച്ചു. വേറുള്ള സ്നേഹം, വേറുള്ള സ്നേഹം. നമ്മൾ എന്തുകൊണ്ടാ ആത്മീയ ജീവിതത്തിൽ നിന്ന് പതറിപ്പോണേന്നറിയോ, ഷെയ്ക്കാകുന്നതെന്നറിയോ? ഇടയ്ക്കെങ്കിലും ഒരു ഉലച്ചിൽ, അപ്രതീക്ഷിതമായൊരു ഉലച്ചിൽ വരുന്നതെന്നറിയാമോ? വേരിന് പിടുത്തമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആൽമരത്തെ എനിക്ക് ആട്ടി കാണിച്ചു തരാമോ? ആൽമരത്തെ ആട്ടി കാണിച്ചു തരാമോ? കാര്യം എന്നാണെന്നറിയാമോ? അതിൻ്റെ ആ ചുവട് നോക്കിയാൽ മതി. മുരിങ്ങയുടെ ചുവടിൻ്റെ കനമല്ല, മുരിങ്ങ മരത്തിൻ്റെ ചുവടിൻ്റെ കനമല്ല, ആൽമരത്തിൻ്റെ ചുവടിന് കുറച്ചുകൂടെ കനമുണ്ട്. വേരിൻ്റെ മുകളിൽ വേരുകളുമായി അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ നിൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആൽമരം അല്ലേ? കാര്യം എന്നാ? അതിൻ്റെ വേരിൻ്റെ രീതികളാണ്, അതിൻ്റെ ഉറപ്പാ അതിൻ്റെ കാരണം. 4-3-7 പേരല്ല ആൽമരത്തിനുള്ളത്. വേരൂന്നിയവരായി നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ വേറുള്ളതാകാനൊന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവസഭയോടുള്ള സ്നേഹം കളഞ്ഞതായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്ന് പറയുമ്പം കണ്ണുരുട്ടുമ്പോ ഭൂതം ഇളകുന്ന സംഭവം അല്ല കേട്ടോ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ, ഈ ശക്തി ഇരിക്കുന്ന എല്ലാത്തിലും ഉണ്ട്. ദൈവ സ്നേഹത്തിൽ ശക്തിയുണ്ട്, ദൈവവചനത്തിനകത്തുള്ള ശക്തിയുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയുണ്ട്, ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾക്കകത്തുള്ള ശക്തിയുണ്ട്. ശക്തിയോടെ ബലപ്പെടേണ്ടതിന് വേറുണ്ടായാൽ പോരാ, ബലപ്പെടണം, ദൈവത്തിൽ ബലപ്പെടണം. കർത്താവ് അനുവദിച്ചാൽ നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടേണ്ടതിന്. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥനയാണിത്. നാലാമത്തെ നോക്കിയേ, ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയേണ്ടതിനും. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അപ്പൊ വേരുണ്ടായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സ്നേഹം അറിഞ്ഞില്ലെങ്കിൽ ബലപ്പെടത്തില്ല. അപ്പൊ ബലപ്പെടുന്ന ഒരു ആത്മാവാണ് പൗലോസ് ചോദിക്കുന്നത് എഫെസ്യർക്ക് വേണ്ടി. അഞ്ചാമത്തെ നോക്കിയേ, ആത്മീയ പരിജ്ഞാനം പ്രാപിക്കേണ്ടതിനായി. ലാസ്റ്റ് വൺ നോക്കി, ആറാമത്തെ നോക്കിയേ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരേണ്ടതിനായി. എന്താ അവസാനം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ നിറവിനോളവും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എന്താ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 1-ാമത്തെ അധ്യായം
17-ാമത്തെ വാക്യം നോക്കി. എന്താ ഈ എല്ലാം നിറവും? ഇവിടെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളവും എന്ന് പൗലോസ് അവസാനം പ്രാർത്ഥിച്ചു നിർത്തി. 6 തരത്തിലുള്ള പ്രാർത്ഥനയിൽ 60 ജന്മങ്ങളുണ്ടെങ്കിൽ, 60 ജന്മം ഒരു മനുഷ്യനുണ്ടെങ്കിൽ, എന്നങ്ങ് പറഞ്ഞതാ, 6 പ്രാർത്ഥന പ്രാർത്ഥിച്ചതിൽ 60 ജന്മം ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആത്മീയ സമ്പന്നനായി ജീവിക്കാനുള്ള എല്ലാ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നമ്മുടെ സമയം ഇവിടെ തീരുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പൗലോസിന്റെ 6 മുട്ടുകുത്തിയുള്ള 6 പ്രാർത്ഥനകൾക്കകത്ത്, വാചകങ്ങൾക്കകത്ത് ഒരു മനുഷ്യൻ 60 ജന്മം ഉണ്ടെങ്കിൽ 60 ജന്മവും ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വീണു പോകാതെ ജയാളിയായിട്ട് ജീവിക്കാനുള്ള സകല സംഭവങ്ങളും ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. ദൈവത്തോട് പറഞ്ഞ, അപ്പാ യേശു അങ്ങനെ ജീവിച്ചേ, യേശു അങ്ങനെ ജീവിച്ചേ. യേശുവിൻ്റെ മുമ്പിൽ പരീക്ഷന്മാർ വന്നില്ലേ? മിനിസ്ട്രിക്ക് തടസ്സം ഇട്ടില്ലേ? പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനത്തെ ഉപദേശം ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? കൊന്നുകളയൂന്ന് പറഞ്ഞില്ലേ? പലവട്ടം ഓടിയില്ലേ പുറകെ യേശുവിനെ പിടിക്കാൻ? പക്ഷേ എന്തുകൊണ്ട് യേശു പതറിയില്ല? വിശ്വാസത്തിൽ വേരൂന്നി, ആഴത്തിൽ വേരൂന്നി ബലപ്പെട്ടു നിന്നു. എന്തിനാൽ? പുറത്തെ മനുഷ്യനാലല്ല, അകത്തെ മനുഷ്യനാൽ. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചിട്ടും യേശു അകത്തെ മനുഷ്യന്റെ ബലം കൊണ്ടാണ് സാത്താനെ ഡിഫെൻഡ് ചെയ്തത്. അതുപോലെ നമുക്ക് അങ്ങനൊരു നിറവ് ദൈവത്തോട് ചോദിക്കണം. അങ്ങനത്തെ ഒരു നിറവ്. നിങ്ങൾ എത്ര പേര് തയ്യാറാ അങ്ങനത്തെ ഒരു നിറവ് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കാൻ? അവരുടെ കരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ഒരു നിറവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഷൈഡാൽ പ്രഭോഷ്കമന ആംതുന റഗൽകമനവ, അങ്ങനൊരു നിറം, അങ്ങനൊരു നിറവ് എനിക്ക് വേണം കർത്താവേ എന്ന് പറയുന്ന എല്ലാ ദൈവമക്കളും ഷാൽഖേ പ്രഭോഷസ്. നിന്നെ പലതും കൊണ്ടിട്ട് അസ്വസ്ഥപ്പെടുത്തി പുറത്തെ മനുഷ്യനെയും അകത്തെ മനുഷ്യനെയും ഒരുപോലെ ബലഹീനമാക്കി. ഓ ഷാഖേറ്റയാബ, നിന്നെ ആത്മീയ ജീവിതത്തിൽ നിന്നും നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് പോലും നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന സകല തിന്മകളും സ്വർഗം ഇന്ന് തകർക്കുക. അവന്റെ മഹത്വത്തിൽ നിന്നൊരു തീ ഇന്ന് വെളിപ്പെടും. അവന്റെ മഹത്വത്തിൽ നിന്നൊരു തീ നമുക്ക് ഈ വചനങ്ങളൊക്കെ അറിയാമെങ്കിലും പ്രയോജനപ്പെടാൻ അനുവദിക്കാതെ തടയുന്ന മണ്ഡലങ്ങളെ സ്വർഗം വെട്ടാൻ പോവാ. ആരുടെയൊക്കെയോ ജീവിതത്തിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. ഷൈൽ ബ്രോഖോസ് ഇൻ ദ മൈറ്റി നെയിം. കർത്താവേ, ഫലങ്ങൾ എന്നോട് ദൈവം പറയുന്നത്, ഫലങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ഫലങ്ങൾ, ദൈവം നിന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഫലങ്ങൾ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുന്നു. പുറത്തെടുക്കാൻ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് ചിലരെ ദൈവം വീണ്ടും കയറ്റി വെക്കാൻ പോവുക. ഇറങ്ങിപ്പോയി വിശ്വാസത്തിൽ മടുപ്പും ക്ഷീണവും അസ്വസ്ഥതകളും അലസതയും അശ്രദ്ധയും എല്ലാം വന്നു മടുത്തുപോയി. പക്ഷേ ആത്മാവിനോട് പറയുന്നു, ചിലരെ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലേക്ക് കയറ്റി വെക്കാൻ പോവുക. ഇറങ്ങിപ്പോയ ചിലരെ പരിശുദ്ധാത്മാവ് തിരിച്ച് കയറ്റി വെക്കാൻ പോവുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, അതെ, അകത്തെ മനുഷ്യൻ കൊണ്ടുള്ള പ്രാർത്ഥന, നിന്നെ വീണ്ടും ദൈവം ആ ഒരു സ്ഥാനത്തിലേക്ക് കയറ്റി നിർത്താൻ പോവാ. റബദൽ ഷൗഡബാന അംതുന റഗദലഗഡഗ അധുരി റഗൽകമനഗ ശംധുനെ ഭൃഗദൽകമനവ. അങ്ങനെ ഒരു വരം വേണമെന്ന് ആഗ്രഹമുള്ളവർ ക്രിസ്തുവിന്റെ ആത്മാവ് സംബന്ധിച്ച്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സെക്കൻഡിൽ കർത്താവിനോട് ചോദിച്ചാട്ടെ.
അധരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ, നാവ് ചലിക്കട്ടെ. പുതിയ ഭാഷകൾ കൊണ്ട് ചിലരെ നിറയ്ക്കുകയാണ്, പുതിയ ഭാഷകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. നിന്റെ ഉള്ളിലേക്ക് നിന്റെ പോലും ശ്രദ്ധയില്ലാതെ, പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറിയ ചിലത് കയറിക്കൂടി നിന്നെ ഒരു ആത്മീയ ശോഷണത്തിലേക്ക് എത്തിച്ച ചില സംഭവങ്ങളെ, ഓർമ്മകളെ സ്വർഗം ഈ സെക്കൻഡ് കത്തിച്ചു മാറ്റുകയാണ് ചിലരുടെ മേൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ തീ 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 in the mighty name of God, mighty name of God. ആമേൻ. ആരുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയങ്കര ശുദ്ധീകരണത്തിന്റെ തീ, അതെ, ക്ലയോപ്പാവിന്റെയും ഭാര്യയുടെയും ഉള്ളിൽ കയറിക്കൂടിയ ചില സംശയങ്ങൾ, തർക്കങ്ങൾക്കകത്തേക്ക് യേശുവിന്റെ വാമൊഴിയാൽ ചില വചനങ്ങൾ, യേശുവിന്റെ സ്വന്തം ശബ്ദത്താൽ ചില വചനങ്ങൾ അകത്തേക്ക് കയറിയപ്പോ, യേശു ആമേൻ തന്റെ കണ്ണിന് മറഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പറയാണ്, അല്ലയോ, ആ മനുഷ്യൻ നമ്മളോട് തിരുവെഴുത്തുകളെ വിവരിച്ച് തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? നീ ഒരു കാലം ദൈവസന്നിധിയിൽ കത്തിയതല്ലേ? ഒരു കാലം നീ ദൈവവചനം കേട്ടപ്പോൾ നീ ആത്മാവിൽ നിറഞ്ഞതല്ലേ? പക്ഷേ ആ പഴയ കത്തൽ, പഴയ ചൂട്, പഴയ തീ, പഴയ അഭിഷേകം, പഴയ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, യഹോവ നിന്റെ ദീപത്തെ കത്തിക്കുന്നു. ദൈവം നിന്റെ ദീപത്തെ കത്തിക്കുന്നു. സ്വർഗം നിന്റെ ദീപത്തെ കത്തിക്കുന്നു. Right now, right now, right now, right now, right now, the fire. Rabada shater yamtere. Yes, the fire, fire. എനിക്കറിയാം, അസാധാരണമായ തീ ചിലരുടെ ശരീരത്തിൽ കത്തുന്നു. സ്വർഗം അത് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ അടിമത്തങ്ങളും പൊട്ടിപ്പോട്ടെ, എല്ലാ പൈശാചിക ചങ്ങലകളും ക്യാൻസൽ ആകട്ടെ, പൊട്ടിപ്പോട്ടെ. എല്ലാ ഇരുട്ടിന്റെ ചങ്ങലകൾ പൊട്ടിമാറട്ടെ, എല്ലാ സാത്താനി അവകാശങ്ങൾ പൊട്ടട്ടെ, എല്ലാ രോഗബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പുറത്തെ മനുഷ്യനാലുള്ള ബലഹീനത നിമിത്തം അകത്തെ മനുഷ്യരും കൂടെ ബന്ധിക്കപ്പെട്ടു പോയ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, ചങ്ങലകൾ അഴിയട്ടെ. Right now, in the mighty name. അകത്തെ മനുഷ്യനെ കൊണ്ട് പുറത്തെ ബന്ധനം തകർക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. അകത്തെ മനുഷ്യന്റെ ശക്തി കൊണ്ട് പുറത്തെ മനുഷ്യന്റെ ബന്ധനങ്ങൾ തകർക്കാൻ ദൈവം നിന്നെ നിറയ്ക്കുകയാണ്. അകത്തെ മനുഷ്യന്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ പുറമേ കാണുന്ന ചില ബന്ധനങ്ങളെ തകർത്ത് മുന്നേറാൻ ദൈവം നിന്നെ നിറയ്ക്കുകയാണ് ഈ സെക്കൻഡിൽ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഒരു നിറവ് ചിലരുടെ ആത്മാവിലേക്ക് സ്വർഗം പകരുകയാണ്, അകത്തെ മനുഷ്യനിലേക്ക്. Right now, release. Holy Spirit, fire, തീ. Oh, thank you, Father. ചിലരുടെ മേൽ അസാധാരണമായ തീ കത്തുന്നല്ലോ. In the mighty name of God. ഞങ്ങളിപ്പോ യൂട്യൂബിൽ കാണുന്നവരാണേലും ആ ദൈവ സാന്നിധ്യം സ്വീകരിക്കുക. അകത്തേക്ക് നിന്നെ നിറയ്ക്കുന്ന ഈ ശക്തി പുറത്ത് സ്വാതന്ത്ര്യം തരുന്ന ശക്തിയാണ്, പുറത്തും സ്വാതന്ത്ര്യം വരുത്തുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. ശിംശോനെ 7 ഞാങ്ങണകൾ കൊണ്ട് കെട്ടിയപ്പോഴും ശിംശോൻ അത് തകർത്തത് പുറത്തെ സ്വാതന്ത്ര്യവും ശക്തിയും കൊണ്ടല്ല, അകത്ത് വ്യാപരിച്ച ദൈവശക്തിയാലാണ്. എന്നതുപോലെ നിന്നെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം നിന്നെ ബലപ്പെടുത്തുകയാണ്. ഈ സമയം ബലപ്പെടുക, ദൈവത്തിന്റെ ശക്തിയാൽ നിറയുക. ഇപ്പോൾ അത് സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇനി വചനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ഇവരെ ദൈവാത്മശക്തിയിൽ നിറച്ചിരിക്കാൻ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ജീവനാൽ നിറച്ചിരിക്കാൻ സ്തോത്രം, ആദ്യന്ത ശക്തിയാൽ നിറച്ചിരിക്കാൻ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞങ്ങൾ ഇന്ന് വായിച്ച വചനത്തിനകത്തുള്ള എല്ലാ ആത്മീയ നന്മകളാലും ഞങ്ങളെ നിറച്ച് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും
അടിസ്ഥാനപ്പെട്ടവരും വേരൂന്നിയവരുമായി ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, ഈ മുമ്പിലായിരിക്കുന്ന ഓരോ ജനത്തെയും അപ്രകാരം തന്നെ പിതാവാക്കി എടുക്കണമേ. ഇപ്പോൾ എല്ലാ ശാരീരികമാകുന്ന ക്ഷീണവും മാനസികമാകുന്ന അസ്വസ്ഥതകളും അകത്തെ മനുഷ്യന്റെ ശക്തിയാൽ ഞങ്ങൾ തകർത്തു മാറ്റി ജയം പ്രഖ്യാപിക്കുകയാണ്. ദൈവിക സൗഖ്യം നൽകിയതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ അങ്ങേക്ക്. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിൽ അറിയിച്ചാട്ടെ. ദൈവം അത്ഭുതകരമാകുന്ന നിലകളിൽ ഇന്ന് പലരെയും തൊട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് ഒരു ജീവൻ വന്നിട്ടുണ്ട്. അവിശ്വാസത്തിനകത്ത് ഒരു വിടുതൽ വന്നിട്ടുണ്ട്. മടുപ്പുകൾക്കകത്തൊരു വിടുതൽ വന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ സൗഖ്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ദിവസവും നമ്മുടെ മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ കർത്താവിൻ്റെ കൃപയാൽ എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിലുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നോട്ട് ചെയ്തേക്കുക. ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് 2 നേരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗ്യം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ജോയിൻ ചെയ്താട്ടെ, അനുഗ്രഹം പ്രാപിച്ചാട്ടെ. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കും. ദൈവിക സംരക്ഷണം നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.